ഇന്ന് ഇന്ന് രണ്ടാളൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അത് ശരി. അന്ന് കല്യാണത്തിന്റെ സമയത്ത് എന്താ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ ഇപ്പൊ എന്റെ അടുത്ത് ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഒക്കെ അങ്ങോട്ട് തരാം. ഇപ്പൊ എന്തുണ്ടായി? ഇന്നങ്ങനെ പറ്റിക്കാൻ നോക്കൊന്നും വേണ്ട. ആ ഓ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇനി കിട്ടാനുള്ള ഇപ്പൊ കിട്ടണം, ഇന്ന് കിട്ടണം. അല്ലെങ്കിൽ മകള് ഇവിടെ വന്ന് നിക്കണ്ടല്ലോ, എന്നോട് തെറ്റിയിട്ട് ഇവിടെ വന്ന് നിക്കണ്ടല്ലോ, അവിടെ നിക്കുള്ളൂ. അല്ല പിന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല മനുഷ്യ. നിങ്ങളുടെ മകളേനെ എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് 5 കൊല്ലമല്ലോ. ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചു, എങ്ങനെ പോയിന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിക്കില്ല. എന്താ അന്വേഷിക്കാത്തത്? അന്വേഷിച്ചു കഴിഞ്ഞാലേ ബാക്കി തരാനുള്ള പൈസ ഇങ്ങോട്ട് തരേണ്ടി വരും. അതന്നെ, അത് പേടിച്ചിട്ടാണ് ഞങ്ങൾ തരാത്തത്. അന്നെങ്കിലേ അവിടുന്ന് അന്നങ്ങണ്ട മോള് ഇവിടെ നിൽക്കും, ഇവിടെ നിക്കട്ടെ. അയ്യോ കുരിപ്പിപ്പോ കൊളാക്കൂ. നീ ആദ്യം എന്നോട് തെറ്റിയതുപോലെ അവിടെ പോയി നിൽക്ക്, ബാക്കി കാര്യമൊക്കെ ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഈ കോലത്തിലാണല്ലോ. പടച്ചോനെ, ഒരനക്കൂല്ലാണ്ട് അവിടെ ഇരിക്കുക. അല്ല ഇപ്പൊ എങ്ങനെ? ഓൻ കുറെ ഒച്ചയും വേണം ഉണ്ടാക്കിട്ട് ഓനങ്ങോട്ട് പോയിക്കൊള്ളിച്ചിട്ടല്ലേ. അങ്ങനെ പോവാൻ വേണ്ടി വന്നതല്ല ഞാന്. അല്ലെങ്കിൽ വേണ്ട, അങ്ങോട്ട് കേറിയാലേ ഞാൻ കേറില്ല. ഇതിനൊരു തീരുമാനം വെക്കാതെ ഞാനിങ്ങോട്ട് കേറില്ല. കാരണേ ഞാന് അന്തസ്സുള്ള തറവാട്ടിൽ ജനിച്ച ആളാ, അന്തസ്സുള്ള. നിങ്ങളെ മകളെങ്ങോട്ട് വിളിക്കേ, എന്റെ കെട്ടിയോളങ്ങോട്ട് വിളിക്കേ. നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് 4 എണ്ണം അങ്ങോട്ട് പൊട്ടിക്കും. അപ്പൊ നിങ്ങളും ഇങ്ങോട്ട് അനങ്ങും, ഇറങ്ങും. വിളിക്ക എടി മൂദേവി, ഇങ്ങോട്ട് ഇറങ്ങി പാടി. എന്ത് പണിയെ കാണിക്കുന്നത്? ഈ കോലത്തിലാണ് വരിക. അങ്ങനെ തന്നെ ഉപ്പയ്ക്ക് കാല് മുറിഞ്ഞിരിക്കുകയാണ്. അതൊന്നും പ്രശ്നമില്ല. ഈ ഞാൻ പറഞ്ഞ പോലെ എന്റെ പണി നിന്നാ മതി. അതൊന്നും വേണ്ട, നിങ്ങളിപ്പോ പോയിക്കോളെ. വലിയ ചൂണ്ടില്ല, ഇപ്പൊ പോയിക്കോളെ. എന്ത് ചൂട്? അന്റെ വാപ്പിയും കൂടിയിട്ട് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. അയാൾ അവിടുന്ന് നീക്കൊണ്ടെന്നേ ഞാൻ നോക്കട്ടെ. അത് ശരി. എന്താടാ എനിക്കിപ്പോ കായ് വേണ്ടേ? ഒരു ബാടജി കായ് തരാം, അങ്ങോട്ട് പായോ. ജി കായ് വാങ്ങിട്ട് പോയാ മതിടാ, ഇങ്ങോട്ട് പായോ ജി. രണ്ടും കൂടി വന്നിട്ട് ഇവിടെ നാടകം കളിക്കേ. ഇറങ്ങിക്കോണ രണ്ടും കൂടി എന്റെ കൊടിയിൽ ഇപ്പൊ മര്യാദക്ക് ഇറങ്ങി പോയിക്കോളുണ്ട്. രണ്ടത്തിനും പുറം പൊളിക്കും ഞാന്. ഇനി അവിടെ കിടന്ന് ചെലത്താണ്ടല്ലോ, രണ്ടിന്റെ പുറം പൊളിക്കും ഞാന്. മര്യാദക്ക് ഇറങ്ങി പോയിക്കോളുണ്ട്. വിട്ടയ്യേ. ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ടാ.